ആ ബെന്നി ശരിയടാ. ആ ഓക്കെ താങ്ക് യു. ഓക്കേട്ടാ നാൻസി. അപ്പൊ ശരി, അടുത്ത ആഴ്ച വന്നോട്ടെ വീട്ടില്, ശനിയാഴ്ച വാ. ഓക്കെ എങ്കിൽ ശരി. ഓക്കെ ബൈ. ബൈ. നല്ല ഫുഡാണെന്നല്ലേ ഡി. അവള് നല്ല എളിമയുള്ള കുട്ടിയാണ്, നല്ല നല്ല പെരുമാറ്റവും, നന്നായിട്ട് കുക്ക് ചെയ്യും. എന്തായാലും ബെന്നീസ് ലക്കി. നിനക്ക് വാൾമാർട്ടിൽ എന്തോ പോണെന്ന് പറഞ്ഞില്ലേ ഷോപ്പിംഗ്? നമുക്ക് പോയാലോ? അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ ലക്കി. വാട്ട് യു മീൻ ബൈ ഹീസ് ലക്കി? ആര്? ബെന്നിയ? ഓഫ് കോഴ്സ്. ബെന്നി എന്റെ കൂട്ടുകാരൻ, നാൻസി നിന്റെ കൂട്ടുകാരി. പിന്നെ അവരെ പറ്റി നല്ലതണ്ട നമ്മളല്ലാണ്ട് പിന്നെ ആര് പറയാനാ? അവള് നന്നായിട്ട് പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ചേട്ടൻ ലക്കിയല്ല? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ സ്മിത, എന്താ ഈ പറഞ്ഞ? എന്റെ എല്ലാ കൂട്ടുകാരും പറയണത് ചേട്ടൻ ലക്കിയാണെന്ന്, എന്നെ കിട്ടിയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങ പറയണം ബെന്നി ഈസ് ലക്കി. സ്മിത ഞാൻ അതല്ല. അപ്പൊ ചേട്ടൻ ഒട്ടും ലക്കിയല്ലെന്ന് തന്നെയാ പറയണത്. എന്റെ പൊന്നോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവള് നന്നായിട്ട് കുക്ക് ചെയ്യും, നന്നായിട്ട് സംസാരിക്കും. അപ്പൊ ഞാൻ കുക്ക് ചെയ്യത്തില്ല? ഓ, നീ നന്നായിട്ട് കുക്ക് ചെയ്യും. എന്നിട്ടും ഹി ഈസ് ലക്കി. അതിന്റെ അർത്ഥം ഞാൻ സംസാരിക്കത്തില്ലെന്നാണോ? ഞാൻ നല്ലോണം സംസാരിക്കത്തില്ല? ഓ, നീ നന്നായിട്ട് സംസാരിക്കും. എന്നിട്ട് ഹി ഈസ് ലക്കി. എടോ, പെണ്ണുങ്ങൾക്കേ പെണ്ണുങ്ങളെ അറിയാവുള്ളൂ. ചേട്ടക്ക് അറിയാവാ? അവനെ അവളുടെ സാരി തുമ്പില കെട്ടിക്കൊണ്ട് നടക്കണത്. ഞാൻ വല്ലോ അങ്ങനെയാണോ? പറഞ്ഞത് ഓർമ്മയുണ്ടായാൽ മാത്രം മതി. നീ അങ്ങനെയല്ല, നീ ഒട്ടും അങ്ങനെയല്ല. എന്നിട്ടും ഹി ഈസ് ലക്കി. എന്തെങ്കിലും പരിപാടിക്ക് പോകാൻ നോക്കട്ടെ, 2 മണിക്കൂർ പിടിക്കും അവൾക്ക് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടി. ഞാനോ? ഞാൻ എത്ര മിനിറ്റ് എടുക്കണോ? നീ 2 മിനിറ്റ് എടുക്കൂല. എന്നിട്ടും ഹി ഈസ് ലക്കി. എന്നിട്ടും ഹി ഈസ് ലക്കി. ബെന്നി ഈസ് ലക്കി. അതെ, ചേട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. ബാക്കി വീട്ടിലേക്ക് വാ. ഹി ഈസ് ലക്കി. പാവ, ഇഷ്ടം കൊണ്ടാന്നേ. ആ ഇഷ്ടം ഇനി അവൾക്ക് അവളോടാണോ എന്നോടാണോ എന്ന് ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ഏത് മണ്ടം ഭർത്താവാ സ്വന്തം ഭാര്യനോട് വേറൊരു ഭാര്യനെ പറ്റി പൊക്കി പറയണത്? എന്തായാലും ഇന്ന് അവൾ ആ വീട് തിരിച്ചു വെക്കും. പാവ, ഇഷ്ടം കൊണ്ടാന്നേ.